നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു വാർത്തയല്ല. കേരളത്തിലെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്ന സമ്മതിദായകരോടുള്ള എൻ്റെ ചോദ്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി LDF ഭരണം നടത്തിക്കൊണ്ടു പോവുകയാണ്. ഭരണം കിട്ടിയ അന്നു മുതൽ ഇന്ന് വരെ കടമെടുത്താണ് ഭരണം നടത്തുന്നത്. കേരളത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പല്ലവി കാശില്ല എന്നാണ്. എന്നാൽ കടമെടുക്കുന്ന കാശ് എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് കേട്ടാൽ തന്നെ നമ്മൾക്ക് പലപ്പോഴും ഞെട്ടലുണ്ടാകാറുണ്ട്. മന്ത്രിമാർക്ക് കണ്ണാടി വാങ്ങിക്കാൻ മുതൽ മന്ത്രിമാർക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പണമുണ്ട്. അഴിമതി കാണിക്കാൻ ഒരു പ്രശ്നവുമില്ല. കോടികളുടെ അഴിമതി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പുറത്തു വന്നു. ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ആ സ്വർണ്ണക്കടത്തിന്റെ സംശയനിഴലിൽ അകപ്പെട്ടു. ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചു. ശബരിമലയിലെ ആചാരം നിഷേധിക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്ന അവസ്ഥയെത്തി. സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിലാണെന്ന തൊടുന്യായം വേറെയും. സുപ്രീം കോടതി പറഞ്ഞത് സ്ത്രീകളെ അവിടെ നിർബന്ധമായി കയറ്റണമെന്നല്ല, ആർക്കെങ്കിലും കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ കയറിക്കോട്ടെ എന്നാണ്. തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസിയായ ഒരു വനിതയും വന്നിട്ടില്ല. വിശ്വാസമില്ലാത്തവരെ അർദ്ധരാത്രിയിൽ അവിടെ കയറ്റാൻ കേരളത്തിലെ സർക്കാർ തന്നെ പണിപ്പെട്ടു. ക്ഷേത്രം ഒന്നാകെ കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ മന്ത്രിമാരടക്കമുള്ളവരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുമ്പോൾ പല മന്ത്രിമാരെയും രക്ഷിച്ചെടുത്തു എന്നത് മറ്റൊരു കഥ. പക്ഷേ എങ്കിലും സംഭവിച്ചത് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഒരു ക്ഷേത്രത്തിൽ ഭജന പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ടു മുതൽ ഭജന നടക്കുന്നുണ്ട്. പക്ഷേ ചില ഭജന ട്രൂപ്പുകാർ അവർ വലിയ രീതിയിൽ അംഗീകാരം നേടിയെടുത്തത് ഒട്ടൊന്നുമല്ല CPM-നെ ചൊടിപ്പിക്കുന്നത്. ഇന്നലെ വട്ടിയൂർക്കാവിൽ അവിടെ ആ ക്ഷേത്രത്തിൽ ഭജന നടത്താൻ പാടില്ല, ഗാനമേള മതി എന്നാണ് ചില CPM നേതാക്കന്മാരുടെ വാദം. എന്നാൽ അവർ മുസ്ലിങ്ങളെയോ അല്ലെ മുസ്ലിങ്ങളുടെ ആചാരങ്ങളെയോ ഒന്നും തൊടില്ല. ഇപ്പോൾ B. ഗോപാലകൃഷ്ണനെതിരെ, അതായത് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണം എന്ന് ആവശ്യപ്പെട്ട, അതായത് ക്ഷേത്ര നഗരിയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഹിന്ദു MLA ഉണ്ടാകാത്തത് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവിടെ നിയോഗിക്കാൻ, അവിടെ താൻ ജയിച്ചാൽ അതൊരു ഹിന്ദു MLA ആകാനുള്ള ഭാഗ്യമാണ് എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ പോകുന്നു. പച്ചയ്ക്ക് മതമല്ല പ്രശ്നം, എന്നാൽ ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. അതിനിടയിൽ പാവം പിടിച്ചൊരു പെൺകുട്ടിയെ, അതും ഒരു ST പെൺകുട്ടിയെ മതം മാറ്റാതെ എന്ന് പറഞ്ഞ് വലിയ ക്ഷേത്രത്തിൽ വെച്ചൊക്കെ വിവാഹം നടത്തിയെങ്കിലും അതിന് നിയമപ്രകാരം വിവാഹം കഴിക്കാനുള്ള പ്രായമോ മറ്റൊന്നും തന്നെ ഇല്ല. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പെൺകുട്ടിയെ വരെ ബലിയാടാക്കാനുള്ള ശ്രമമാണ് അവസാന ഘട്ടത്തിൽ CPM നടത്തിയത്. ഏതായാലും ഞാനൊരു സംശയം ചോദിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ എന്തു വിശ്വസിച്ചാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വികസനം വരണമെങ്കിൽ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി യാചിക്കണം. എങ്കിൽ പിന്നെ ഇടനിലക്കാരെ ഒഴിവാക്കി BJP അങ്ങ് അംഗീകരിച്ചുകൂടെ? BJPക്ക് വോട്ട് ചെയ്താൽ കേന്ദ്രത്തിൽ നിന്നും വികസനം കൊണ്ടുവരുമെന്ന് BJP പറയുന്നു. കേരളത്തിൽ വളരെ കുറച്ചു കാലം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയപ്പോൾ BJP വലിയ രീതിയിലുള്ള പ്രകടനം, വളരെ കൃത്യമായ രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. അഴിമതിരഹിത ഭരണമാണ് BJPയുടെ മുഖമുദ്ര എന്ന് നമുക്കറിയാം. അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഊരുചുറ്റിയ കോൺഗ്രസ് നേതാക്കന്മാർക്കോ CPM-നോ ഒരു അഴിമതി പോലും BJPക്കെതിരെ ഉന്നയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ പരവതാനി വിരിച്ചുകൊണ്ട് ഇവിടെ അംബാനിയും അദാനിയും ഒക്കെ കുടിയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വെറുതെ പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സർക്കാർ പല സംസ്ഥാനങ്ങളിലും BJPയുടേതായുണ്ട്. എന്നാൽ കേരളത്തിലെ സർക്കാരിന്റെ അവസ്ഥ വലിയ ദുരവസ്ഥയാണ്, അത് പറയാതെ വയ്യ. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ചോദിക്കുകയാണ്, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാതെ, കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എന്തിന് കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാർ വരണം? കേരളത്തിലെ സമ്മതിദായകർ പരസ്പരം ചോദിക്കേണ്ട ചോദ്യമാണ്, അവർക്ക് ഉത്തരം കിട്ടേണ്ട ചോദ്യവുമാണ്. അതുകൊണ്ട് വികസനം കൊണ്ടുവരുമെന്ന് പറയുന്ന, വികസന ഭാരതത്തിനായി, വികസന കേരളത്തിനായി, വികസന നേട്ടങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന, വികസനം ജനങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന BJP അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. അത് വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട് CPM-നെ.
BJP-യിലേക്ക് എത്തുന്ന ദളിത് നേതാക്കന്മാരെ അടക്കം വലിയ രീതിയിൽ ആക്രമിക്കാൻ കോപ്പുകൂട്ടുകയാണ് CPM. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം സുനിശ്ചിതമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് വ്യക്തമാക്കാനും സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ CPM ഇനി ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും ഭജന പോലും പാടില്ല എന്ന് പറയുമ്പോൾ ഹിന്ദുവിന്റെ ആചാരങ്ങളെ ആര് സംരക്ഷിക്കുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്.